എന്ത് ചെയ്താലാണ് റിസൾട്ട് കിട്ടുക? ഈ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തവർ വളരെ അപൂർവമായിരിക്കും. നമ്മൾ ഏത് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെ പുതിയൊരു കാര്യം പരിശീലിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് ഈ ഡൗട്ട് ഉണ്ടാവും. ഇതിൽ ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഏത് വഴിയിലൂടെ പോയാലാണ് ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തുക? ഇവിടെ പ്രധാനം നമ്മുടെ ലക്ഷ്യമാണ്. നമുക്ക് എവിടെയാണ് എത്തേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് എന്ത് ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടത്? അത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യുമ്പോഴായാലും, മെറ്റയിൽ പെയ്ഡ് ആഡ് ചെയ്യുമ്പോഴായാലും, നിങ്ങളൊരു സെയിൽസ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുമ്പോഴായാലും, ഏത് കാര്യത്തിലും ഇത് പ്രധാനമാണ്. നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, നമ്മളുടെ ഏത് ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഗോൾ കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് 50 ആളുകളുടെ എൻ്റെ ഫീൽഡിലേക്ക്, എൻ്റെ അടിയിൽ, എൻ്റെ ബിസിനസ്സിനകത്ത് എൻ്റെ അഡ്വൈസേഴ്സായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓഫീസേഴ്സായിട്ട്, എക്സിക്യൂട്ടീവായിട്ട് പുതുതായിട്ട് വർക്ക് ചെയ്യാനുള്ള 50 പേരെ കൊണ്ടുവരികയാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ, ആ 50 പേർക്ക് ഒരു ജോലി നൽകുക എന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മളിതിനെ കൊണ്ടുപോകേണ്ടത്. 50 പേർക്ക് ജോലി നൽകുക. അപ്പോൾ 50 പേർക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ, അതായത് ഒരു ജോലി നേടാനും അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും അല്ലെങ്കിൽ നിലവിൽ ചെയ്യുന്ന ജോലിയുടെ പുറത്ത് അഡീഷണൽ ആയിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഏത് മെസ്സേജാണ് കൊടുക്കേണ്ടത്, ഏത് കണ്ടൻ്റാണ് ഈ ഓഡിയൻസിന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അത്തരമൊരു കണ്ടൻറ്റ് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് അവരെ ആകർഷിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ, അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയാവുന്ന ഹുക്ക് പോയിന്റുകളോടുകൂടി ഒരു കണ്ടൻറ്റ് നമ്മൾ അവതരിപ്പിക്കുക. ഇനി ഏത് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും? ഞാൻ പെയ്ഡ് ആഡ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാകുമോ? നോൺ ഓർഗാനിക്കായിട്ട് എനിക്ക് റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുമോ? അല്ലെങ്കിൽ ഞാൻ ഇനി പോസ്റ്റേഴ്സ് ഉപയോഗിച്ചുള്ള ആഡ് ചെയ്താൽ റിസൾട്ട് വരുമോ? ഞാൻ വീഡിയോ ചെയ്താൽ റിസൾട്ട് വരുമോ? ഈ ഒരു കൺഫ്യൂഷനും സ്വാഭാവികമായും ഒരു അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മളൊരു പോസ്റ്റർ ചെയ്ത് നോക്കുക, നമ്മളൊരു കുഞ്ഞ് വീഡിയോ ചെയ്ത് നോക്കുക. നമ്മുടെ കസ്റ്റമേഴ്സ്, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് ഏജൻറ്റുമാർ വരികയാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റോ സർവീസോ അവർ വാങ്ങുകയാണ് വേണ്ടതെങ്കിൽ, ആ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ ഓഡിയൻസ് അവരുടെ ചിന്ത എന്തായിരിക്കും എന്ന് മനസ്സിൽ കണ്ട് അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ മനസ്സിലെ ആകുലതകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിൽ വർക്കൗട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് കൊടുക്കുക. വീഡിയോ ചെയ്ത് നോക്കാം, പോസ്റ്റർ ചെയ്ത് നോക്കാം, ഇങ്ങനെ പല തരത്തിൽ നമ്മൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിൽ ഏതിനാണ് റിസൾട്ട് ഉണ്ടാകുന്നത്? നേരത്തെ ഒരു ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ഡസ് നോട്ട്. എന്താണ് വർക്ക് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുകയും എന്താണ് വർക്ക് ചെയ്യാത്തത് അത് ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കത് അറിയാൻ കഴിയുക. നമ്മൾ പല തരത്തിലുള്ള കണ്ടൻറ്റ് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോഴാണ് ചില കണ്ടൻറ്റുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും, ചില കണ്ടൻറ്റുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എൻഗേജ് ചെയ്യുന്നത് നമുക്ക് വീണ്ടും ചെയ്യാൻ കഴിയും.